ഇല്ല. അപ്പൊ ഞാനിങ്ങനെ സമാധാനത്തിലിരിക്കുകയാണ്. എന്തിനാ വന്നത് എന്ന് ആരോടും പറയാനും വയ്യ, ആരോടും ചോദിക്കാനും വയ്യ. 30 ദിവസം കഅബാലയത്തിന്റെ ഖില്ലുണ്ടല്ലോ, കഅബാലയത്തിന്റെ കറുത്ത തുണി, അന്നത് ഒരുപാട് ലൂസായിട്ട് താഴേക്കിടുന്ന കാലമാണ്. അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു. 30 ദിവസത്തോളം ഇരുന്നാൽ കാണൂലായിരുന്നു. അത്രയും വിശാലമായ വീതിയുള്ള തുണി താഴേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കും, ആരും അറിയാതിരിക്കാൻ. അങ്ങനെ അവിടെ ഒളിച്ചിരിക്കും. അതിനിടക്ക് ഒരു രാത്രി, നല്ല പൂർണ്ണചന്ദ്രനുള്ള രാത്രി, ളറബല്ലാഹു അലാ അസ്മാഇഹിം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഖുറൈശികളൊക്കെ ഉറങ്ങാൻ പോയി. നേരത്തെ പതിവില്ല, അവര് നേരത്തെ ഉറങ്ങുന്നവർ അല്ല അവര് അന്ന്. പക്ഷേ അന്നത്തെ രാത്രി എന്തോ അവര് നേരത്തെ കിടന്നുറങ്ങാൻ പോയി. അപ്പൊ പരിസരത്തൊന്നും ആരുമില്ല. അപ്പൊ ഞാനിങ്ങനെ സമാധാനത്തിലിരിക്കുകയാണ്. എന്തിനാ വന്നത് എന്ന് ആരോടും പറയാനും വയ്യ, ആരോടും ചോദിക്കാനും വയ്യ. നബിതങ്ങളെ അങ്ങ് പ്രത്യക്ഷത്തിൽ അങ്ങ് കണ്ടുകിട്ടുന്നുമില്ല. 2 പെണ്ണുങ്ങൾ അവിടെ ഇങ്ങനെ കഅബ തവാഫ് ചെയ്യുന്നുണ്ട്. അവരാണെങ്കിലോ യാ ഇസാഫ് യാ നായില, ഇസാഫേ നായില എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു നടക്കുകയാണ്. അവർ മുശ്രിക്കുകളാണ്. ഇസാഫ് നായില എന്ന് പറയുന്നത് ഒരു ദേവന്റെയും ഒരു ദേവിയുടെയും പേരാണ്. ഒരു ദൈവ ആണാണ്, മറ്റേത് പെണ്ണാണ്. ഇസാഫ് ആണാണ്, നായില പെണ്ണാണ്. സഫാ മറുവന്റെ മുകളിൽ, സഫയുടെ മുകളിൽ ഇസാഫ് ബിംബമുണ്ടായിരുന്നുവെന്നും മറവ കുന്നിന്റെ മുകളിൽ നായില ബിംബവുമുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിലുണ്ട്. ശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, ഉംറ ചെയ്യുമ്പോൾ സഈ ചെയ്യണം. പക്ഷെ സഈ നിർബന്ധമാണ് എന്ന് പറയുന്ന ആയത്ത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നസ് സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما. ഹജ്ജും ഉംറയും ചെയ്യാൻ വരുന്നവർ അതിനിടയിൽ നടക്കുന്നത് കൊണ്ട് വിരോധമില്ല. ശരിക്കും പറയേണ്ട എന്താ? നടക്ക നിർബന്ധമല്ലേ? ചല്ല പറഞ്ഞത് വിരോധമല്ല. ഞാൻ പറയട്ടെ, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിക്കാം. ومن تطوع خيرا فإن الله شاكر عليم. നിങ്ങൾ ഏതെല്ലാം നന്മകൾ സ്വമേധയാ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. എന്തേ വിരോധമല്ല എന്ന് പറയാൻ കാരണം എന്നറിയോ? സഈ കുഴപ്പമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സഈ ചെയ്ത് നിർബന്ധമാണ്. സ്വഹാബിമാര് നബി തങ്ങളോട് പറയുന്നു, പുണ്യ നബിയെ, സഫാ മർവക്കിടയിൽ നടക്കൽ നിർബന്ധമാണ് എന്ന് അങ്ങ് ഞങ്ങളോട് പറയുമ്പോൾ, ഉംറയുടെ ഭാഗമാണ്, ഹജ്ജിന്റെ ഭാഗമാണ് അതെന്ന് അങ്ങ് പറയുമ്പോൾ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് സഫയുടെയും മർവയുടെയും മുകളിൽ കയറിയത് 2 ബിംബങ്ങളെ ആരാധിക്കാനായിരുന്നുവല്ലോ നബിയെ. സഫന്റെ മുകളിൽ ഇസാഫ് ബിംബമുണ്ടായിരുന്നു, മർവയുടെ മുകളിൽ നായില ബിംബമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഞങ്ങൾ ശിർക്ക് ചെയ്യാൻ പോയിരുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണോ അങ്ങ് പറയുന്നത്? അത് ഞങ്ങൾക്ക് വേദനയുണ്ട് നബിയെ എന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ബിംബങ്ങളെ എടുത്തു മാറ്റുകയും തൗഹീദ് സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞില്ലേ? പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബിയിലൂടെ, ഇസ്മായിൽ നബിയിലൂടെ ലോകത്ത് കടന്നു വന്ന തൗഹീദിന്റെ വെളിച്ചം പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് മുമ്പവിടെ ബിംബമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള മനസ്സിന്റെ വിഷമത്തിന് വിരോധമില്ല. വിരോധമില്ല എന്ന് പറഞ്ഞ് സഈ ചെയ്യൽ വിരോധമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സഈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു വസ്വാസ്, എങ്ങനെ ഇപ്പം നമ്മൾ അവിടെ പോവാ, മുമ്പ് തെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്ന സ്ഥലല്ലേ, ആ ചിന്തക്ക് കുഴപ്പമില്ല. അത് വിട്ടേക്ക്, അത് മുമ്പല്ലേ. കഅബാലയത്തിനുള്ള തന്നെ ബിംബങ്ങൾ അന്നവർ വെച്ചില്ലേ, 360 ബിംബങ്ങൾ, കുഴപ്പമില്ല. ഇസാഫും നായിലയും കാമുകനും കാമുകിയുമായിരുന്നു എന്നാണ് ചരിത്രം. അവർ 2 പേരും തീരുമാനിച്ചു,
പ്രേമബന്ധങ്ങളുടെയൊക്കെ അവസാനം പിന്നെ അത് വ്യഭിചാരത്തിലേക്ക് എത്തുക. നമ്മൾ കഅബൻ്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങിയാലോ വ്യഭിചാരം എന്ന് ആലോചിച്ചവർ. അങ്ങനെ കഅബാലയത്തിൻ്റെ ഉള്ളിലേക്ക് രണ്ടുപേരും കയറിയതേ ഓർമ്മയുള്ളൂ, കല്ലായി വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ കൽക്കഷ്ണങ്ങളായി മാറിയ ഈ കാമുകനെയും കാമുകിയെയും ഒരാളെ സഫൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടു, മറ്റാളെ മറുവൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടു. തങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കുറേ കാലം. പിന്നെ ആരോധനെടുത്ത് നിർത്തി വെച്ചു, അങ്ങനെ നിന്നു. പിന്നെ വന്ന തലമുറ ഇത് എന്തോ കാര്യപ്പെട്ട ആളാന്ന് വിചാരിച്ച് തുടങ്ങി തൊഴുതാനും ആരാധിക്കാനും വന്ദിക്കാനും. അങ്ങനെ ദൈവമായി പിന്നെ ആരാധിക്കപ്പെടുക ഉണ്ടായത്. സംഗതി ഇവര് കുരുത്തക്കേട് ചെയ്തതാ കഅബൻ്റെ ഉള്ളിൽ നിന്ന്. അബൂദർ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാൻ കഅബാലയത്തിൻ്റെ കില്ലൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക രാത്രി. പകലൊക്കെ ഇല്ലെങ്കിലൊക്കെ ഇറങ്ങി നടക്കും, രാത്രിയാകുമ്പോൾ ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ കിടന്നുറങ്ങും. അപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ഇസാഫേ നായിലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ ആ ഇസാഫിനെ കൊണ്ട് നായിലേ എന്ന് കല്യാണം കഴിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. എനിക്ക് അഹദഹുമാ ബിൽ ആഖർ, നിങ്ങൾക്ക് ആ നായിലെ ഇസാഫിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തൂടെ എന്ന്. പിന്നെ അവർ കാണുന്നില്ല. അപ്പം അവർ ആരാധിക്കുന്ന ദൈവത്തെയാണ് അബൂദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്. അപ്പം അവർ ആരായി പറയുന്നത്, ആരാ ഞങ്ങളുടെ ദൈവങ്ങളെ ഇങ്ങനെ പറയുന്നത്? ഇത് ഞാനാണെന്ന് പറഞ്ഞു. ആരാ ഈ ഞാൻ അബൂദർ. നിങ്ങൾക്കൊന്നും തലക്ക് വെളിയില്ലേ എന്ന് ചോദിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു. ആ പെണ്ണുങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ ആ സമയത്ത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളെങ്ങാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിരുന്നേനെ എന്നും പറഞ്ഞിട്ട് ആ രണ്ട് പെണ്ണുങ്ങളും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം അവരിങ്ങനെ എന്തൊക്കെയോ പിറുപിറുത്ത് ദേഷ്യപ്പെട്ടാ പോകുന്നത്. അപ്പോൾ പുണ്യനബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ വഴിക്ക് കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ റിവായത്തിലുണ്ടത്. നബി തങ്ങൾ ചോദിച്ചു, പെണ്ണുങ്ങളോട് എന്തേ, നിങ്ങൾക്ക് എന്തോ വിഷമുണ്ടായല്ലോ? അവര് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് മുസ്ലിമീങ്ങളായിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ദൈവമായ നായിലെയും ഇസാഫിനെയും ഒരാൾ ചീത്ത പറഞ്ഞു, അതിൽ ദേഷ്യപ്പെട്ട് പെറുപെറുത്ത് പോരാണ് ഞങ്ങൾ. തങ്ങൾ പറഞ്ഞു, സാരല്ല, ആർക്കെങ്കിലും വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മളോട് ഇസ്ലാം പറഞ്ഞ എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ കളിയാക്കരുത്. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. ഇവിടെ പല മതക്കാരും പല വിശ്വാസികളും പലരുണ്ടാവും. അവര് പലതിനെയും ആരാധിക്കുന്നുണ്ടാവും. നിങ്ങൾ അവരുടെ അവർ അത് ദൈവമാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് ഒരു പഠനത്തിന് വിധേയമാക്കുന്നതിന് മുമ്പ് അവരുടെ ആരാധനയെ നിങ്ങൾ കളിയാക്കരുത്. കാരണം നിങ്ങൾ അവരുടെ ദൈവങ്ങളെ കളിയാക്കിയാൽ നിങ്ങളുടെ പടച്ചവനായ അള്ളാഹുവിനെ അവർ കളിയാക്കും. അത് നിങ്ങൾക്ക് വേദനയുണ്ടാക്കും. അത് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന അദബുകേടാണ്. പടച്ചവനെ ചീത്ത പറയാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കല്ലേ. അതുകൊണ്ട് മറ്റു മതവിശ്വാസികളുടെ ആരാധ്യ വസ്തുക്കളെ ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ. അവരല്ലാഹുവിനെ ചീത്ത പറയാൻ ഇടവരും, നിങ്ങളത് ചെയ്യരുതേ എന്ന് നമ്മുടെ മതം വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടത്. അബൂദർ റളിയല്ലാഹു അൻഹു 30 ദിവസം അവിടെ കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുകയാണ്. മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഭക്ഷണമായി ഉള്ളത് സംസം മാത്രം. അബൂദർ തങ്ങൾ പറയുന്നു, ഞാൻ സംസം മാത്രമേ കുടിക്കുമായിരുന്നു. അന്ന് സംസം സുലഭമാണ്, തിരക്കൊന്നുമില്ലല്ലോ. ഞാൻ സംസം അബൂദർ തങ്ങൾ പറയാം, സംസം കുടിച്ച് എനിക്ക് വയറ് ചാടിയത്. അത് വലിയൊരു കൗതുകമുള്ള സംഭവമാണ്, ഹദീസിലുള്ള സംഭവമാണത്. അദ്ദേഹത്തിന്റെ നബി തങ്ങളോടും പറഞ്ഞു, നബിയെ സംസം കുടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം തടി വെച്ചു. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. 30 ദിവസമായി സംസം കുടിക്കുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണത്തിന് അതൊരു ഭക്ഷണം തന്നെയാണ് അബൂദറേ. സംസം ഭക്ഷണത്തിന് ഭക്ഷണമാണ്, പാനീയത്തിന് പാനീയവുമാണ് എന്ന് പുണ്യനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം കുടിച്ചിട്ട് തടി ഉഷാറായി എന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി വയറൊക്കെ ചാടിയ പോലെ തോന്നിയത്. 30 ദിവസം സംസം തന്നെയാണ് കുടിച്ചത് അബൂദർ. എനിക്ക് വേറൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നെ ഇങ്ങനെ ഇടക്ക് കാണുന്നുണ്ട്. എന്നോട് ചോദിച്ചു, നിങ്ങളെ കുറേ ദിവസമായാലും ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്, എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കും തോന്നിയൊരു ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാലോ, ഓക്കെ എന്ന് പറഞ്ഞു പോയി. ആ വിളിച്ചു കൊണ്ടുപോയ ആൾ ആരാണെന്നറിയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു 17, 18, 20 വയസ്സിൽ താഴെ പ്രായമുള്ളൂ ആ സമയം.
19 വയസ്സായിരിക്കും ഏകദേശം. ഹിജ്റയുടെ ഒരു 4 കൊല്ലം മുമ്പായി സംഭവം നടക്കുന്നത്. അങ്ങനെ 20 വയസ്സിൽ, ഏകദേശം 20 വയസ്സ്. അല്ലാഹു അലം. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അബൂദർ ഗിഫാരി തങ്ങളെ. രസം എന്താണെന്നറിയോ? അബൂദർ തങ്ങളോട് അലിയാർ തങ്ങളോ അലിയാരോട് അബൂദർ തങ്ങളോ നിങ്ങളെ പേരെന്താ, നാടെന്താന്ന് ചോദിച്ചില്ല. അത് അറബികളുടെ ഒരു രീതിയാണ്. ഒരു അതിഥിയെ കിട്ടിയാൽ അയാൾ ഇങ്ങോട്ട് പറയാതെ അതിഥിയോട് പേര് ചോദിക്കൂല. ഈ കഥയുടെ മുമ്പ് ഞാൻ ഇടയ്ക്കൊരു ഓർമ്മ വന്നൊരു കഥ പറയട്ടെ. നിങ്ങൾ കഥ കേൾക്കാൻ റെഡിയാണോ? അതുള്ള സംഭവമാണ് അത്. ഒന്നൊരു സ്വലാത്ത് ചൊല്ലി ഇരുന്നാലോ? കുറേ സമയം ഇങ്ങനെ ഇരിക്കണേ, ചിലപ്പോൾ ഒരു തൂങ്ങി ഉറക്കമൊക്കെ ഇങ്ങനെ വരാൻ ഇടയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ എവിടേക്കോ ഒരു ഉറക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എണീറ്റോളൂ, ഒന്ന്